നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തെ വെള്ളായണിയിലേക്കാണ്. ഒരുപക്ഷെ ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. കിരീടം എന്ന സിനിമയിലെ സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച തിരുവനന്തപുരം നഗരത്തോട് ചേർന്നുള്ള ഒരു ഗ്രാമമാണ് വെള്ളായണി. ഗ്രാമം എന്നാൽ എല്ലാം കൊണ്ടും തനി ഗ്രാമം എന്ന് തന്നെ പറയാം. എന്നാൽ വെള്ളായണിയുടെ സാധ്യതകൾ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. സർക്കാർ പല പദ്ധതികളും കൊണ്ടുവന്നെങ്കിലും ഒന്നും ഫലപ്രദമായില്ല എന്നതാണ് യാഥാർത്ഥ്യം. മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായ കിരീടം പാലം എന്നറിയപ്പെടുന്ന വെള്ളായണിയിലെ ആ പാലം അത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് ഇപ്പോൾ ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളായണിയിലെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറുടെ ആദ്യ യാത്ര. തലസ്ഥാന നഗരത്തിന്റെ തിരക്ക് ഒട്ടുമേ തോന്നാത്തൊരു പ്രകൃതി, അതാണ് വെള്ളായണി. കായലും കായലോര ജീവിതവുമാണ് കാഴ്ചകൾ. അനന്ത ടൂറിസം സാധ്യതകളുള്ള വെള്ളായണിയെ മാറി മാറി വന്ന സർക്കാരുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി? ഒരു യാത്ര പോയി പരിശോധിക്കാം. ഒരു കാലത്ത് മലയാള സിനിമയുടെ സ്വപ്ന ഭൂമിയായിരുന്നു വെള്ളായണി. ദേ ഈ കിരീടം പാലം സാക്ഷി. ഇതേ കിരീടം പാലം ലക്ഷ്യമിട്ട് സർക്കാർ ഒരു സിനിമാ ടൂറിസം പദ്ധതി കൊണ്ടുവന്നു. പക്ഷേ അത് കാര്യമായ അനക്കമുണ്ടായില്ല. സേതുമാധവന്റെ സ്വപ്നം പോലെ അതും പാതി. ലാണ് വെള്ളായണിയെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കുമെന്ന പ്രഖ്യാപനം വരുന്നത്. 1 കോടി രൂപയും വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനായിരുന്നു നടത്തിപ്പ് ചുമതല. കിരീടം സിനിമയിലെ നാസറിന്റെ ചായക്കടയെ ഓർമ്മിപ്പിക്കുന്ന നാസർ കഫേ എന്ന പേരിൽ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ചായക്കട, സിനിമയിലെ കഥാപാത്രങ്ങളുടെ കലാസൃഷ്ടികളുടെ പ്രദർശനം ഉൾപ്പെടെ ഒരു പിടി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ. പക്ഷേ പദ്ധതി എവിടെയും എത്തിയില്ല. വെള്ളായണിക്കാരുടെ ടൂറിസം കാത്തിരിപ്പ് ഇപ്പോഴും നീളുന്നു. നല്ല അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അതിനതിന് വേണ്ട വിധം ഉപയോഗിക്കുന്നില്ലതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കിരീടം പാലത്തിൻ്റെ മെയിൻ്റനൻസ് പോലും സർക്കാരല്ല ചെയ്തത്, വേറെ ആൾക്കാർ ഇത് ഡൊണേറ്റ് ചെയ്താണ് പൈസ. അപ്പോൾ അത് സർക്കാർ ഇതുവരെ ഇതിനകത്ത് ഒന്നും പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയുള്ളൂ. അത് പ്രാവർത്തികമായി വരാൻ എത്ര നാളെടുക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ശരിക്കും വെള്ളായണി ഒരു സാധ്യതയായിരുന്നു. സിനിമാ ടൂറിസം രംഗത്ത് മാത്രമല്ല, കാർഷിക സമ്പന്നമായൊരു ദേശത്ത്, കൃഷി കാണാക്കാഴ്ചയാകുന്ന നാട്ടിൽ ആ സാധ്യതയും പരിഗണിക്കപ്പെട്ടില്ല. സ്വന്തമായി കാർഷിക സർവകലാശാല വരെയുള്ള നാട്ടിൽ കൃഷി ഇപ്പോൾ അന്നത്തിനും ഉപജീവനത്തിനുമുള്ള മാർഗമല്ലാതായി. ഒരു ചെറിയ മഴയെപ്പോലും അതിജീവിക്കാനുള്ള കരുത്ത് വെള്ളായണിയിലെ കാർഷിക മേഖലയ്ക്ക് ഇന്നില്ല. മഴയൊന്നു പെയ്താൽ വിളകൾ വെള്ളത്തിലാകും. കൃഷിയിടം ബണ്ടുകെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം പുറത്തേക്ക് കളയുന്നതുൾപ്പെടെ പ്രതിസന്ധിയിലാണ്. 300 കർഷകർ, 300 കുടുംബം ജീവിക്കുന്ന ഒരു പട്ടിണി പാവങ്ങൾ ജീവിക്കുന്ന ഒരു പാടശേഖരമാണ്. അപ്പോൾ ഈ പാടശേഖരത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും നമ്മളെ ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫണ്ടിടും. അത് ഫണ്ടിൻ്റെ അതിലെ കുറച്ച് മണ്ണിടും. നമ്മളങ്ങനെ പിടിച്ചു നിർത്താറുണ്ട്. പക്ഷേ അധികമായിട്ട് വരുമ്പോഴത്തേക്ക് ഈ വേനൽ കഴിഞ്ഞിട്ട് വരുന്ന മഴയും കാലവർഷ മഴയും വരുമ്പോൾ നമുക്കത് താണ്ടി നിൽക്കാൻ കഴിയുന്നില്ല. ടൂറിസം സാധ്യതകൾക്ക് പരിഗണിക്കാതിരിക്കുക മാത്രമല്ല, വെള്ളായണി കായലിനെ ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാമോ ആ വിധത്തിലെല്ലാം നശിപ്പിച്ചു. കയ്യേറ്റം തുടർക്കഥയായപ്പോൾ മനുഷ്യർ മുങ്ങി മരിക്കുന്നത് നിത്യസംഭവമായി. വെങ്ങാനൂർ, കല്ലിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന വെള്ളായണിക്കായൽ സർക്കാർ കണക്കുകളിൽ 750 ഹെക്ടറാണ്. പക്ഷേ പകുതിയിലധികം സ്ഥലവും ഇന്ന് കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. കയ്യേറ്റം കഴിഞ്ഞാൽ പിന്നെ മണലൂറ്റാണ്. അനന്തരഫലമായി കുളിക്കാൻ കായലിലിറങ്ങുന്ന മനുഷ്യർ ചെളിയിൽ മുങ്ങിത്താണു. ആഴക്കയത്തിൽ ചവിട്ടി നിൽക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയായി വെള്ളായണിക്കാർക്ക്. ഈ കാഴ്ചകൾ അങ്ങനെ മറക്കാനാകില്ല.
ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രം 3 വിദ്യാർത്ഥികളുടെ ജീവനാണ് കായലിൽ പൊലിഞ്ഞത്. എന്നിട്ടും കായലിൽ സൂചനാ ബോർഡുകൾ വെക്കാനോ കുളിക്കാനെത്തുന്നവരെ നിയന്ത്രിക്കാനോ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരിടപെടലും ഉണ്ടായില്ല. അപകട മേഖലകളിൽ അത് വാർണിംഗ് ബോർഡുകൾ വയ്ക്കുകയും അവിടെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ ഈ ഇതുണ്ടല്ലോ സെക്യൂരിറ്റിക്കാരുണ്ട്, അതുപോലെയുള്ള സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യും. കാരണം അത് ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളവും പ്രകൃതി സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാൻ വരികയും അപ്പോൾ അതിൽ ഇറങ്ങി കുളിക്കാൻ വരുന്ന കുട്ടികൾ ഇതേപോലെയുള്ള അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങളുണ്ടാവണം. വെള്ളായണിക്കായൽ കരമനയാറിൽ ചേരുന്ന പുഞ്ചക്കിരിയിൽ ആഫ്രിക്കൻ പായൽ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് നിത്യസംഭവമാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ലെങ്കിൽ പായൽ നിറഞ്ഞ് ബണ്ടുകൾ തകർന്ന് കാത്തിരിക്കുന്നത് വൻ കൃഷിനാശമാണ്. ഇതിനെല്ലാം പുറമെ വെള്ളായണിക്കായലിനെ നശിപ്പിക്കുന്നത് മനുഷ്യർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക്, ഇറച്ചി വേസ്റ്റ് ഉൾപ്പെടെ എല്ലാം കായലിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ. കേരളത്തിൽ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമായ ഈ പുഞ്ചക്കരി വെള്ളായണിക്കായൽ സംരക്ഷിക്കണം. പിന്നെ വരേണ്ടത് പായൽ കുളവാകം ഇതും കൊണ്ട് നിറഞ്ഞത് പലരുടെയും കൈകളിലായിട്ടുണ്ട്. ഏക്കറുകൾ പരന്നു കിടക്കുന്ന കായൽ സമ്പത്ത് സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? സർക്കാരിൻ്റെ കണ്ണിൽ പോലും വെള്ളായണി പ്രധാനപ്പെട്ട ഒന്നല്ല. ടൂറിസം വാഗ്ദാനങ്ങൾ പാഴ്വാക്കാകുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് ചില മനുഷ്യരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ക്യാമറമാൻ വിപിൻ വേളിക്കും ലാലിനുമൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം.